വെരി ഗുഡ് മോർണിംഗ് ഫോക്സ്. ഇതിപ്പോൾ ലൂസിഫർ എന്ന സിനിമയുടെ വെരി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഫാൻസ് ചങ്ങാതിമാരുടെ കൂടെ ഇരുന്ന് സിനിമ കണ്ടിറങ്ങിയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് അവരുടെ കൊട്ടും വെള്ളവും ഒക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടാവും. സോ ഇറ്റ് വാസ് എ ഫാബുലസ് എക്സ്പീരിയൻസ്. സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ഒരു ചിത്രം റിലീസാവുക എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഹൈപ്പിൻ്റെ ഒരു ലെവലുണ്ട്. അത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ് ഇത്രയും ഫാൻസ് ഉള്ളൊരു യുവ നടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഹൈപ്പ് വാസ് ഓൺ എ ഡിഫറെൻറ്റ് ലെവൽ. ഓക്കെ, അപ്പോൾ ആ ലെവലിലേക്ക് ഈ സിനിമ എത്തിയോ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും മനസ്സിലേക്കുള്ള ചോദ്യം. ഐ മീൻ മോഹൻലാൽ സിനിമയെക്കാളും പൃഥ്വിരാജിൻ്റെ സംവിധാനം എങ്ങനെയുണ്ടെന്ന് അറിയാനായിരുന്നു ഏറ്റവും കൂടുതൽ കൗതുകം ലൂസിഫർ എന്ന സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. ലെറ്റ് മീ ടെൽ യു, ദ മൂവി ലിവ്ഡ് അപ്പ് ടു ഇറ്റ്സ് എക്സ്പെക്ടേഷൻ. കാരണം സിനിമ ഫസ്റ്റ് ഹാഫ് തുടങ്ങുന്ന സമയം മുതൽ അതിൻ്റെ ഓരോ ഷോട്ട്സും ബിൽഡ് ചെയ്ത് എനിക്ക് തോന്നിയൊരു സാധനം എന്ന് വെച്ചാൽ ഒരുപക്ഷെ പൃഥ്വിരാജ് എന്നൊരു പയ്യൻ വളർന്നു വന്നപ്പോഴത്തേക്ക് മോഹൻലാൽ, മമ്മൂട്ടി എന്നൊക്കെ പറയുന്ന ഹ്യൂജ് താരങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഫാൻസ് അല്ലെങ്കിൽ അത്രയും ഒരു ത്രില്ലിംഗ് സിനിമ ഏത് രീതിയിൽ വരണം എന്നുള്ളത് പുള്ളിയുടെ മനസ്സിലുണ്ട്. അത് നമുക്ക് ലൂസിഫറിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഫാൻസുകാർ മാത്രമല്ല, മലയാള സിനിമയിൽ ഒരു സൂപ്പർ ഹീറോ മൂവി എങ്ങനെ വരണം എന്നുള്ളതിൻ്റെ എക്സാക്ട് പതിപ്പാണ് നമുക്ക് ലൂസിഫർ എന്ന ഫിലിമിൽ കാണാൻ കിട്ടുന്നത്. ലൂസിഫർ ആയിട്ട് മോഹൻലാൽ ലിവ്സ് അപ് ടു ദ നെയിം. പുള്ളിക്കാരൻ വാസ് പെർഫെക്റ്റ് ഫിറ്റ് ഫോർ ദ റോൾ. മാത്രമല്ല എല്ലാ കഥാപാത്രങ്ങളും, ഈവൻ ചെറിയ റോളിൽ വരുന്ന കഥാപാത്രങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് അതിൻ്റെ ഒരു ക്രെഡിറ്റ് പൃഥ്വിരാജ് എന്ന ഡയറക്ടറിന് പോകണം. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ പൃഥ്വിരാജ് ആ സിനിമയെ ഒരു മാസ് എലിമെൻറ്റോട് കൂടി സ്റ്റോറി ടെല്ലിങ്ങിൽ ഫോക്കസ് ചെയ്തു. ഒരുപാട് ഡയറക്ടോറിയൽ ഗിമിക്കുകൾ അല്ലെങ്കിൽ പുള്ളി ഒരുപാട് നമ്പർ കാണിച്ച് എനിക്ക് സിനിമയുടെ ഒരു പാണ്ഡിത്യമുണ്ടെന്ന് തെളിയിക്കാൻ ശ്രമിച്ചില്ല. ഒരു പക്ഷേ മേ ബി വിൽ സീ ബെറ്റർ ഫിലിം മേക്കിങ്ങിൻ്റെ ആംഗിൾസ് ഒക്കെ ഉള്ള സിനിമകൾ. ദിസ് വാസ് പ്ലെയിൻ. ഒരു ഫാൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ പുള്ളിക്കാരൻ എങ്ങനെ ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നു അതാണ് നമുക്ക് ലൂസിഫറിലൂടെ കാണാൻ കിട്ടുന്നത്. ആക്ഷൻ രംഗങ്ങൾ ഫസ്റ്റ് ക്ലാസ്. ബാക്കി എല്ലാ കഥാപാത്രവും ഇൻക്ലൂഡിങ് മഞ്ജു വാര്യർ, വിവേക് ഓബ്റോയ് പോലുള്ള ക്യാരക്ടേഴ്സ് അവരുടെ പാർട്ട് പെർഫെക്റ്റ് ആയിട്ട് പ്ലേ ചെയ്തു. എല്ലാ ക്യാരക്ടേഴ്സും ഇൻക്ലൂഡിങ് ചെറിയ ചെറിയ റോൾസിൽ വന്ന കഥാപാത്രങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ മനോഹരമായിട്ട് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കില്ലിങ് ഇറ്റ്. ഓക്കെ, സൂപ്പർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഏറ്റവും വലിയ ഹൈലൈറ്റ് സിനിമയുടെ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ച് ഡയലോഗുകളും നമ്മൾ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ രോമാഞ്ചം വരുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ സീനുകൾ നിറച്ച് വെച്ചേക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഏതൊരു പഞ്ച് ലെവലിൽ കൊണ്ട് നിർത്തിയോ അവിടെ നിന്ന് സെക്കൻഡ് ഹാഫിൽ കുറച്ചെവിടെയോ ഒരു ഡ്രോബാക്ക്, ഒരു ലാഗ് വരുന്നത് പോലത്തെ ഒരു ഫീല് നമുക്ക് വന്നു. ബട്ട് എഗെയിൻ നമുക്ക് ആ സിനിമയുടെ ഒരു ഓൾ ഇൻ ഓൾ ഒരു ടോട്ടാലിറ്റി നോക്കുമ്പോൾ അബ്സല്യൂട്ട്ലി ഫൈൻ, നോ പ്രോബ്ലം വാട്ട്സ് എവർ. ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി സെക്കൻഡ് ഹാഫിൽ ഒരു കോംപ്ലക്സിറ്റി വന്നില്ല. കുറച്ച് ഈസി ആയിട്ട് നായകൻ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തു എന്നൊരു തോന്നൽ വരുന്നു. പക്ഷേ എങ്കിൽ പോലും ആ പഞ്ച് ഡയലോഗുകൾ, ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, അതായത് ആ മൊമെൻറ്റിൽ വരുന്ന സ്ലോ മോഷൻ ആംഗിൾസ് ഫാബുലസ് ആണ്. അതായത് ഒരു സിനിമ ആരാധകൻ, ഞാൻ മോഹൻലാലിൻ്റെ ആരാധകൻ, പൃഥ്വിരാജിൻ്റെ ആരാധകൻ എന്നല്ല, ഒരു സിനിമ ആരാധകൻ പോയി കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ ബോൾ. നിങ്ങൾക്ക് ഒരുപാട് ഹൈസ് തരുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ലൂസിഫർ എന്ന സിനിമയിലുണ്ട്. മലയാളി ചങ്ങാതിമാർ മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് ബാഹുബലി അല്ലെങ്കിൽ KGF പോലുള്ള സിനിമകൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു ഷോക്കേസ് വരുന്നുണ്ട്. അതുപോലെ ഒരു ഷോക്കേസാണ് ഒരു സൂപ്പർ സ്റ്റാർ ഫിലിം എത്രമാത്രം നമുക്കൊരു ഹൈ തരും എന്നുള്ളത്. സോ മസ്റ്റ് വാച്ച്, തിയേറ്ററിൽ പോയി തന്നെ കാണുക ആൻഡ് ഡു ലെറ്റ് us know. ആൻഡ് കാർണിവൽ സിനിമാസിലും മോൾ ഓഫ് ട്രാവൻകൂറിലുള്ള കാർണിവൽ സിനിമാസിൽ വന്നാണ് നമ്മൾ ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടത്. ഇറ്റ് വാസ് എ ഫാബുലസ് എക്സ്പീരിയൻസ്. സോ ഡു വാച്ച് ഇറ്റ് ഇൻ എ ഗുഡ് തിയേറ്റർ. ഓക്കെ, സോ കൗമുദി ഓൺലൈനിന് വേണ്ടിയിട്ട് ദിസ് ഇസ് വിഷ്ണു. ഗോ വാച്ച് ലൂസിഫർ ആൻഡ് ഡു ലെറ്റ് us know how it is. Cheers.